ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് സുതാര്യമാണ് എന്നാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിത് പറയുമ്പോൾ ചാടിക്കയറി സത്യമാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ വെബ്സൈറ്റിൽ പോയി തപ്പണ്ട, നിങ്ങൾക്ക് ഒരു വിവരവും കിട്ടത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അയാൾ കാരണമുണ്ട്, ഏതാ ഇന്ന് കണ്ടുപോകിയ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഇലക്ടോറൽ റോളുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഇതാണ് സംഭവം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ മുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധി ഇലക്ഷനിലെ കുറെ കള്ള വോട്ടുകളുടെ കണക്കുകൾ മൂലം വിവരം പുറത്തു വിട്ടപ്പോൾ ആ പത്രസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോൾ അന്ന് പോലെ തുടങ്ങിയ പ്രശ്നമാണത്. രാഹുൽ ഈശ്വർ കേരളത്തിന്റെ കണക്കൊക്കെ ഒന്ന് തപ്പി നോക്കിയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന സ്ഥലമല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ചിലർ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് രാജിവെച്ച് പോകണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവരായിട്ട് എന്തായാലും ഇറങ്ങി പോകൂല, ഇറക്കി വിടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. എന്ത് കഷ്ടല്ലേ, എന്തൊക്കെ തള്ളിമറിക്കലാണ്. കുറെ രാക്കളി ചാനലുകളുണ്ട്, കേന്ദ്രത്തിന്റെ കാശ് മേടിച്ച് അവരെ ഇങ്ങനെ പൊക്കിയടിച്ചിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്ന മുഴുവൻ കള്ളമാണ് എന്ന് അങ്ങനെ അച്ചടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രം ജനങ്ങൾ വിശ്വസിച്ചാൽ മതി. അവസാനം ഇത് UP പോലെ ആകുമ്പോൾ പഠിച്ചോളും. എന്തായാലും തിരുവനന്തപുരത്തെ വാർത്ത ഒന്ന് കണ്ടിട്ട് വരണേ. നമുക്ക് കേരളത്തിന്റെ ഒന്ന് നോക്കാം. കേരളത്തിന്റെ നമ്മൾ എടുക്കുന്നു. ഞാനിപ്പം തിരുവനന്തപുരത്തുകാരനാണ്, അതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുന്നു. നമുക്ക് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ട്രിവാൻഡ്രം എടുക്കാം. ഞാൻ തിരുവനന്തപുരത്ത് ആറ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ട്രിവാൻഡ്രം. മലയാളം ഓട്ടോമാറ്റിക്കലി മലയാളം വരുന്നു. സെലക്ട് റോൾ, ഒരു ഫൈനൽ റോൾ 2025 എന്നുള്ളത് നമുക്കൊന്ന് എടുക്കാം. അല്ലെങ്കിൽ ജനറൽ ഇലക്ഷൻ ബൈ ഇലക്ഷൻ റോൾ ഓഫ് 2025 എന്നുള്ളത് എടുക്കാം. എന്നിട്ട് ക്യാപ്ച HCHF5A, നമുക്ക് സെയിന്റ് ജോസഫ് ലോവർ പ്രൈമറി കൊച്ചുവേളി നോർത്ത് പോർഷൻ ഓഫ് ന്യൂ ബിൽഡിംഗ്, അതിന്റെ ഒരെണ്ണത്തിന്റെ എടുക്കാം. എന്നിട്ട് ഡൗൺലോഡ് കൊടുത്തു നോക്കാം. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ വരുന്നത് വാർണിംഗ് സക്സസ് എന്നാണ്. എന്നാൽ ഒന്നും ഡൗൺലോഡ് ആകുന്നുമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? വരട്ടെ, കാണാം ബൈ.